സോ ഞാൻ ദേ ഇപ്പോൾ ഉള്ളത് പാർലറിലാണ്. സോ എൻ്റെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചധികം റഷും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ ഇന്ന് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ആക്ച്വലി എൻ്റെ നിയർ ബൈ റിലേറ്റീവിൻ്റെ മാരേജാണ്. സോ മാരേജ് ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണിന്ന്. ഞാനിപ്പം ഡ്രസ്സോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഞാൻ പാർലറിലേക്ക് എത്തിയതേ ഉള്ളൂ. ഇനി എനിക്ക് ഡ്രസ്സ് ചെയ്യണം, മേക്കപ്പ് ചെയ്യണം, ഹെയർ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇനിയാണ് എൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഇതിന് ഞാൻ നിങ്ങൾക്ക് കുറേ ട്രിക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷന് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യരുത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സോ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് കാണാൻ പറ്റും. സോ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്ത് നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ ഇന്ന് ഔട്ട്ഫിറ്റായിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന ഡാർക്ക് ഗ്രീൻ ബ്ലൗസ്, പാവാട ആൻഡ് ഇതിൻ്റെ ഷോൾ വന്നിട്ട് ഞാൻ എൻഡിൽ സെയിം പട്ട് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്തതാണ് എനിക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ മാച്ചിങ് ആയിട്ടുള്ള ജുവലറീസ്, മാലയും അതുപോലെ തന്നെ വളയും ഇട്ടിട്ടുണ്ട്. കമ്മൽ ഞാനൊരു ജുംക്കയാണ് ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത്. സോ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ തന്നെ സെലക്ട് ചെയ്ത കളറാണ്. ആൻഡ് ഞാനൊരു മാച്ചിങ് ആയിട്ടുള്ള എനിക്ക് ചേരുന്ന ഒരു ഡിഫറെൻറ്റ് ലുക്ക് ഞാൻ ഇട്ട് നോക്കിയതാണ്. ആൻഡ് ഇറ്റ്സ് ഗുഡ്. സോ ഇനി ഞാൻ മേക്കപ്പിലോട്ട് കിടക്കുവാണ്. അങ്ങനെ ഞാൻ ഹെയറൊക്കെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ടിട്ടേ ഉള്ളൂ. സോ ഫസ്റ്റ് ഫേസ് മേക്കപ്പ് ചെയ്തിട്ട് ഹെയർ നമുക്ക് ചെയ്യാം. സോ ഇത് മേക്കപ്പ് ചെയ്ത് തരുന്ന ചേച്ചീനെ ഞാൻ കാണിക്കാം. ഇതാണ് പുള്ളിക്കാരി എനിക്ക് മേക്കപ്പ് ചെയ്യുന്നതിൽ എനിക്ക് 100% എനിക്കൊരു വിശ്വാസമുള്ള ചേച്ചിയാണ്. ആൻഡ് ഫസ്റ്റ് തന്നെ കളർ കറക്റ്ററൊക്കെ ചെയ്തിട്ട് ബേസ് മേക്കപ്പ് അപ്ലൈ ചെയ്തു. എൻ്റെ ഫേസിൽ ഫൗണ്ടേഷൻ, എൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഫൗണ്ടേഷനൊക്കെ ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു. ആൻഡ് അതൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്തു. ഐ മേക്കപ്പൊക്കെ ചെയ്തു. ഐൻ്റെ ഉയരെ കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള ഐ ഷാഡോ ആണ് ഇട്ടത്. പിന്നെ ഞാൻ കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ലാഷസും കൂടെ അപ്ലൈ ചെയ്തു. ലാഷസും ലെൻസൊക്കെ ഞാൻ ഓൾറെഡി വെച്ചിട്ടുള്ളത് ആയതുകൊണ്ട് എനിക്കങ്ങനെ ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ലിപ്പ് ലൈനിങ് ആണ്. എൻ്റെ ലിപ്സിന്, എൻ്റെ ഫേസിന് ചേരുന്ന രീതിക്കുള്ള ലിപ്പ് ലൈനിങ്ങും ലിപ്സ്റ്റിക്കുമാണ് കൊടുത്തത്. ആൻഡ് ഞാൻ ഐബ്രോസ് ഓൾറെഡി എക്സ്ട്രാ ഹെയർസ് എടുത്തിട്ടില്ലായിരുന്നു. സോ അതിനുശേഷം ഫേസ് ഒന്ന് ജസ്റ്റ് കഴുകി. ഇനി പൊട്ടും കൂടെ ഉള്ളൂ റിമൈനിങ് ആയിട്ട്. അത് കഴിഞ്ഞിട്ട് ഹെയർ ചെയ്യാൻ പോവാണ്. എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്കാ ട്രഡീഷണൽ ലുക്ക് എനിക്ക് വേണ്ട എന്നുള്ള രീതിക്കാണ് ഞാൻ ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ഞാൻ സെലക്ട് ചെയ്തതെങ്കിലും ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് സ്ലൈഡ് വെച്ചിട്ടുള്ള ഇതാണ്. എൻ്റെ ഹെയറിൻ്റെ എൻഡൊക്കെ ഒന്ന് കേൾ ചെയ്തിട്ടു. അതല്ലാതെ എക്സ്ട്രാ ഒന്നും ഹെയറിൽ ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് എൻഡ് മാത്രം ഒന്ന് കേൾ ചെയ്തിട്ടു. എനിക്ക് ആ എൻഡ് കേൾ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പൊട്ടൊക്കെ വെച്ചിട്ട് ജസ്റ്റ് സൈഡിൽ നിന്ന് എടുത്ത് കൊടുത്തു. പൂവൊന്നും ഞാൻ ഓപ്റ്റ് ചെയ്തില്ല, ഞാൻ വെച്ചില്ല. സോ ജസ്റ്റ് സൈഡിൽ കൂടെ ഒന്ന് സ്ലൈഡ് വെച്ച് കൊടുത്തു. ഇതാണ് ഫൈനൽ ലുക്ക്. സോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ടാറ്റാ.